نفسي أولا بتقوى الله رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. ഏറെ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും സൂക്ഷിച്ചുകൊണ്ട് ഒരു മുത്തഖിയായി ജീവിച്ച് ഒരു മുവഹിദായി ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരണപ്പെടാൻ അല്ലാഹുവിന്റെ മുമ്പിൽ സ്വർഗാവകാശികളായ ആളുകളുടെ കൂട്ടത്തിൽ ഒരുമിച്ച് കൂടാനുള്ള തൗഫീഖ് അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതിനു വേണ്ടുന്ന പരിശ്രമങ്ങൾ ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും എമ്പാടും ഉണ്ടാകണമെന്ന് ഏറെ ഗൗരവത്തോടുകൂടി ആദ്യമായി എന്നെയും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ അനുഷ്ഠിച്ചു വരുന്ന എല്ലാ സൽക്കർമ്മങ്ങളും സ്വീകരിക്കുമാറാകട്ടെ. ഈ ലോകത്തുള്ള മറ്റെല്ലാ സിദ്ധാന്തങ്ങളെയും മറ്റെല്ലാ ഫിലോസഫികളെയും വേർതിരിച്ചുകൊണ്ട് ഇസ്ലാം ഒരു മനുഷ്യനെ കൃത്യമായൊരു ലക്ഷ്യവും ജീവിതത്തിന്റെ അർത്ഥവും എന്തിനു വേണ്ടിയാണ് നമ്മൾ ജീവിക്കുന്നത് എന്നും ജീവിതത്തിന്റെ ആദ്യം മുതൽ മരണം വരെ എങ്ങനെയൊക്കെ ആയിരിക്കണമെന്നും ഓരോ സന്ദർഭത്തിലും ഏത് രൂപത്തിലാണ് അവൻ പ്രതികരിക്കേണ്ടത് എന്നുമൊക്കെയുള്ള കൃത്യമായ ബോധ്യങ്ങളാണ് ഇസ്ലാം ഒരു മനുഷ്യന് നൽകുന്നത്. അതുകൊണ്ട് തന്നെ ജീവിതത്തിന്റെ ഒരു രംഗത്തിലും ഒരു പ്രയാസത്തിന്റെ മുന്നിലോ ഒരു സന്തോഷത്തിന്റെ മുന്നിലോ ഒരു കുടുങ്ങലിന്റെ മുന്നിലോ ഇനി ഞാൻ എന്ത് ചെയ്യണം, ഇവിടെ ഞാൻ ഇനി എങ്ങനെ മുന്നോട്ട് പോകണം, ഇവിടെ ഞാൻ എങ്ങനെ സംസാരിക്കണം, ഇവിടെ ഞാൻ തുടരണമോ വിട്ടു പോകണമോ, ഞാൻ പ്രതികരിക്കണോ പ്രതികരിക്കണ്ടേ തുടങ്ങിയുള്ള ഒരു മനുഷ്യന് ജീവിതത്തിൽ ഒരിക്കലും ഇടങ്ങേറില്ലാത്ത, ഒരു ശങ്കയുമില്ലാത്ത, ഒരു കൺഫ്യൂഷനുമില്ലാത്ത അവസ്ഥയിൽ ഒരു മുസ്ലിമിനെ പരിശുദ്ധ ഖുർആൻ രൂപപ്പെടുത്തിയെടുക്കും. മനുഷ്യനെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചത് ഈ ഭൂമിയിൽ ആസ്വദിക്കാനോ, ഈ ഭൂമിയിലെ കേവലം അവൻ ജനിക്കുന്നത് മുതൽ മരിക്കുന്നത് വരെയുള്ള സമയം പരമാവധി ഈ ജീവിതം അടിച്ചു പൊളിക്കാനോ, ഈ ജീവിതത്തിൽ അവന് സാധ്യമാകുന്ന എല്ലാ നേട്ടങ്ങളും കൈവരിക്കാനോ, ഏറ്റവും കൂടുതൽ സമ്പത്തിനുടമയാകാനോ അല്ല. മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിന്റെ 67-ാം അധ്യായം സൂറത്തുൽ മുൽക്കിന്റെ ആദ്യ ഭാഗത്ത് നമുക്ക് മനുഷ്യ സൃഷ്ടിപ്പിന്റെ ഉദ്ദേശത്തെ വിവരിച്ചു തരുന്നിടത്ത് അല്ലദീ ഖലഖൽ മൗത, മനുഷ്യന് അല്ലാഹു സുബ്ഹാനഹു വ തആല മരണത്തെ സംവിധാനിച്ചു, വൽ ഹയാത, ജീവിതത്തെയും സംവിധാനിച്ചു, ലിയബ്ലുവക്കും, നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടിയാണ്. ജീവിതത്തിന്റെ ഉദ്ദേശം തന്നെ ഈ മരണത്തിന്റെയും ജീവിതത്തിന്റെയും ഇടയിലുള്ള ഈ ഒരു കാലഘട്ടം, അത് 30, 50, 60, 70 നീണ്ടു നിൽക്കുന്ന ആ ഒരു കാലഘട്ടം മനുഷ്യനെ പരീക്ഷിക്കുവാനാണ്. ഏതാനും മിനിറ്റുകൾക്ക് മുമ്പ് നമ്മൾ വായിച്ച് അവസാനിപ്പിച്ച സൂറത്തുൽ കഹ്ഫിന്റെ ഒരായത്ത് തന്നെ സൂചിപ്പിക്കുന്നതാണ്, ഇന്നാ ജഅൽനാ മാ അലൽ അർളി സീനതൻ ലഹാ ലിനബ്ലുവഹും, നിങ്ങളെ പരീക്ഷിക്കുവാൻ വേണ്ടിയാണ്. ഈ ഭൂമിയിലെ അല്ലാഹു കാര്യങ്ങളെ സംവിധാനിച്ചതും ഈ ഭൂമിയിലെ എല്ലാ അലങ്കാരങ്ങളും ലിനബ്ലുവഹും, നിങ്ങളെ പരീക്ഷിക്കുവാൻ വേണ്ടിയാണ്. ഇന്നൊരു പക്ഷെ സുബഹി നമസ്കാരത്തിന് നമ്മളൊക്കെ പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഇൻസാൻ ഓതി കേട്ടിട്ടുണ്ടാകും. ഇന്നാ ഖലഖനൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംശാജിൻ നബ്തലി, മനുഷ്യനെ നാം സൃഷ്ടിച്ചു, ഒരു തുഫയിൽ നിന്ന് നാം സൃഷ്ടിച്ചു, നബ്തലി, പരീക്ഷിക്കുവാൻ വേണ്ടിയാണ്. മനുഷ്യ സൃഷ്ടിപ്പിന്റെ ഉദ്ദേശം പറഞ്ഞെടുത്തൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷണത്തെ ഒരിക്കലും മാറ്റി നിർത്തിയിട്ടില്ല. എത്രത്തോളം സൂറത്തുൽ ബഖറയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വലനബ്ലുവന്നകും, നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും, ഒരു സംശയവും അതിൽ വേണ്ട. നബ്ലുവക്കും എന്ന് പറഞ്ഞാൽ തന്നെ പരീക്ഷിക്കുന്നതാണ് നിങ്ങളെ. പക്ഷേ ലനബ്ലുവന്നകും, ആ അറബി ഭാഷയിൽ ആ വാക്കിന് തൗക്കീദിന്റെ 2 ലഫ്തുകൾ നൽകിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉറപ്പിച്ചു പറയണം. അതിലൊരു സംശയവും ഒരാൾക്കും വേണ്ട. വലനബ്ലുവന്നകും, നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. മിനൽ ഖൗഫി,
അത് ചിലപ്പോൾ ഭയം കൊണ്ടായിരിക്കാം. പേടിയുണ്ടാകും, നാളെ എന്താകുമെന്നുള്ള പേടിയുണ്ടാകും, നാളെ എന്റെ ജോലി എന്താകുമെന്നുള്ള പേടിയുണ്ടാവും. അസുഖമുള്ള ആളുകൾക്ക് നാളെ എന്റെ ടെസ്റ്റിന്റെ റിസൾട്ട് വരുമ്പോൾ എന്താകുമെന്നുള്ള പേടിയുണ്ടാവും. ചില ആളുകൾക്ക് നാളെ പരലോകത്തെ കുറിച്ച് ഓർത്ത് പേടിയുണ്ടാവും. പല രൂപത്തിലുള്ള പരീക്ഷണങ്ങൾ, ഈ ദുനിയാവിന്റെ പലതരത്തിലുള്ള പരീക്ഷണങ്ങൾ, അസുഖങ്ങളായിക്കൊണ്ടും പ്രയാസങ്ങളായിക്കൊണ്ടും കുടുംബത്തിലെ പ്രശ്നങ്ങളായിക്കൊണ്ടും കടബാധ്യതകളായിക്കൊണ്ടും കച്ചവടവും ജോലിയുമായി ബന്ധപ്പെട്ടൊക്കെ ഖൗഫ്, പേടി നിങ്ങൾക്കുണ്ടാവും. വൽജൂഇ, നിങ്ങൾ ഒരുപക്ഷെ പട്ടിണി കൊണ്ട് പരീക്ഷിക്കപ്പെട്ടേക്കാം. ചെലവ് തികയാതെ ഒരുപക്ഷെ നിങ്ങൾ പ്രയാസപ്പെടുന്നുണ്ടാകാം. വനഖ്സിം മിനൽ അംവാലി വൽ അൻഫുസ്, നിങ്ങളുടെ സമ്പത്തിന് കുറവ് വന്നേക്കാം, കച്ചവടത്തിൽ ലോസ് ഉണ്ടായേക്കാം, ഇടിവുണ്ടായേക്കാം, നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ആളുകൾ മരണപ്പെട്ടേക്കാം, നിങ്ങളുടെ മക്കൾ മരണപ്പെട്ടേക്കാം, നിങ്ങളുടെ മാതാപിതാക്കൾ മരണപ്പെട്ടേക്കാം, നിങ്ങൾക്ക് വേണ്ടവര്, നിങ്ങളുടെ ഭാര്യമാര്, നിങ്ങളുടെ ഇണകൾ മരണപ്പെട്ടുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മരണം കൊണ്ട് നിങ്ങളെ പരീക്ഷിക്കും. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ആയത്തിനെ അവസാനിപ്പിക്കുന്നത് ഈ പരീക്ഷണങ്ങളൊക്കെ നിങ്ങൾക്ക് വെറുതെ തരും എന്ന് പറഞ്ഞല്ല, ബശ്ശിരിസ് സ്വാബിരീൻ, ആ പരീക്ഷണങ്ങളിൽ ഒരാൾ ക്ഷമ കൊണ്ട് ഇതൊക്കെ അള്ളാഹുവിന്റെ പരീക്ഷണങ്ങളാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് എപ്പോഴാണോ ക്ഷമ കാണിച്ചുകൊണ്ട്, എപ്പോഴാണോ ക്ഷമിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ പരീക്ഷണമാണ് എന്നൊരാൾ തിരിച്ചറിയുമ്പോൾ, അപ്പോൾ മാത്രമാണ് അവൻ ആ പരീക്ഷണത്തിൽ രക്ഷപ്പെടുക. കേവലം പരീക്ഷണങ്ങളെ നേരിട്ടത് കൊണ്ട് ഒരാളും നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ രക്ഷപ്പെടാൻ പോകുന്നില്ല. അവൻ ഈ ദുനിയാവിന് മുഴുവൻ ദുരിതങ്ങളായിരുന്നു, അവൻ ഈ ദുനിയാവിന് മുഴുവൻ പ്രയാസങ്ങളായിരുന്നു. അവരൊക്കെ നാളെ പടച്ചോൻ നാളെ പരലോകത്ത് അതിനൊക്കെ പ്രതിഫലം നൽകും. ഇല്ല, ഫബശ്ശിരിസ് സ്വാബിരീൻ, അവിടെ ക്ഷമ കാണിക്കുന്ന ആളുകൾക്ക് മാത്രമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പരീക്ഷണങ്ങൾ നേരിട്ടതിന് പകരമായി കൊണ്ട് പ്രതിഫലങ്ങൾ നൽകുക. നോക്കൂ, നിങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ സ്വഹാബികൾ ചോദിക്കാൻ, ഇമാം തുർമുദി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നമുക്ക് കാണാം, ഖുൽതു യാ റസൂലല്ലാഹ് അയ്യുന്നാസി അശദ്ദു ബലാ, ജനങ്ങളിൽ വെച്ച് ഏറ്റവും കൂടുതൽ പരീക്ഷിക്കപ്പെടുന്ന ആളുകൾ ആരാണ്? മഹാനായ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ അവസാനം ഖിയാമത്ത് നാളിൽ ഈ ഭൂമിയിലേക്ക് ജനിച്ചു വീഴാനിരിക്കുന്ന കുട്ടി മുതലുള്ള മുഴുവൻ മനുഷ്യന്മാരുടെയും കാര്യം ചോദിക്കുന്നു. അയ്യുന്നാസി അശദ്ദു ബലാ, ഏറ്റവും കാഠിന്യമുള്ള പരീക്ഷണങ്ങൾ, നമ്മുടെ പതറിപ്പോകുന്ന തരത്തിലുള്ള പരീക്ഷണങ്ങൾ, ഏറ്റവും വലിയ പരീക്ഷണങ്ങൾ റസൂലെ ആരാണ് നേരിടുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, ഖാലൽ അംബിയാ, അംബിയാക്കന്മാരാണ് ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങൾ നേരിടുക. എന്നിട്ടോ സുമ്മൽ അംസൽ ഫൽ അംസൽ, പിന്നെ അതുപോലെയുള്ള ആളുകൾ, പിന്നെ അതിന്റെ താഴെ അതുപോലെയുള്ള ആളുകൾ. എന്താ പറയാൻ കാരണം? പ്രവാചകന്മാരെ പോലെയുള്ള ആളുകൾ എന്ന് പറയാനുള്ള കാരണം എന്താ? അവരോട് ഏറ്റവും അടുത്ത, അതിന്റെ വിശദീകരണം തൊട്ടടുത്ത ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കും. ഫയുബ്തലു റജുലു അലാ ഹസബി ദീനി, ഈ ഹദീസിന്റെ ഏറ്റവും ഹൈലൈറ്റിംഗ് ആയിട്ടുള്ള ഏറ്റവും പ്രസക്തമായ ഒരു ഭാഗത, യുബ്തലുൽ അബ്ദു അലാ ഹസബി ദീനി, ഒരാളെ അല്ലാഹു പരീക്ഷിക്കുക അവന്റെ ഈമാനിന്റെ തോതനുസരിച്ചാണ്. ഈമാൻ എത്രത്തോളം ഒരാൾക്ക് ശക്തമാണോ അത്രത്തോളം പരീക്ഷണങ്ങൾ അയാൾ നേരിടേണ്ടി വരുമെന്നാണ്. അതുകൊണ്ടാണ് പ്രവാചകന്മാർ ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങൾ നേരിടേണ്ടി വരുന്നത്. ഒക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച അന്നു മുതൽ പിതാവിന്റെ മരണവും മാതാവിന്റെ മരണവും അബൂ ത്വാലിബിന്റെ മരണവും അങ്ങനെ തുടങ്ങി സ്വന്തം ഭാര്യയുടെ മരണവും ഖദീജ ബീബി റളിയല്ലാഹു അൻഹയുടെ മരണവും അബൂ ത്വാലിബിന്റെ മരണവും, അങ്ങനെ മരണങ്ങൾ കൊണ്ട് ജനിച്ച ആൺകുട്ടികളെല്ലാവരും മരണപ്പെട്ടു, മക്കൾ മരണപ്പെട്ടതും, അങ്ങനെ ഒരുപാട് 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 പ്രയാസങ്ങൾ. അൽ അമീൻ എന്ന് വിളിച്ചിരുന്ന ഒരു സമൂഹം കുട്ടികളടക്കം കല്ലെടുത്ത് എറിഞ്ഞ സംഭവങ്ങൾ നമ്മൾ ചരിത്രത്തിലൂടെ വായിച്ചു പഠിച്ച മനസ്സിലാക്കിയ ആളുകളെ, എല്ലാവരാലും ബഹുമാനിക്കപ്പെട്ടിരുന്ന ഒരു വ്യക്തിത്വം ആ സമൂഹത്തിൽ ഏറ്റവും വലിയ ആക്ഷേപങ്ങൾക്ക് വിധേയനായി, ആക്ഷേപനങ്ങൾക്കും മർദ്ദനങ്ങൾക്കും വിധേയമായി കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം മുഴുവൻ പരീക്ഷണങ്ങൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അവസാനം മരണവേളയിൽ പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുന്നത് ഒരു ജൂത സ്ത്രീയുടെ അടുക്കൽ നിന്ന് മാംസം കഴിച്ചുകൊണ്ട് ആ മാംസത്തിലെ വിഷം ആയിഷ എനിക്കിപ്പോൾ അനുഭവിക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ്. പ്രയാസങ്ങളാണ് ജീവിതത്തിന്റെ അന്നു മുതൽ, ജനിച്ച അന്നു മുതൽ മരണം വരെ. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ജീവിതത്തിന്റെ ആദ്യ രംഗം മുതൽ അവസാന സമയം വരെ, അവസാനമായപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച ഒരു കുട്ടി ജനിക്കുമ്പോ ആ കുട്ടിയെ അറുക്കാൻ
ആ പിഞ്ചു കുഞ്ഞിനെ, ആ കുട്ടിയെ അറുക്കാൻ വേണ്ടി, പിഞ്ചു കുഞ്ഞല്ല, അല്പം പ്രായമായിട്ടുണ്ട്, ഏകദേശം 13-14 വയസ്സ്. ആ പ്രായമുള്ള തന്റെ മകനെ തന്നെ സഹായിക്കാൻ, തന്റെ വാർദ്ധക്യത്തിൽ തന്റെ കൂടെ നടക്കാനും പിടിച്ചു നടക്കാനും തന്നെ സഹായിക്കാനും ഒരു മകൻ ഉണ്ടായപ്പോ ആ മകനെ അറുക്കാൻ വേണ്ടിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പന വരാൻ. പരീക്ഷണങ്ങളാണ്. ജീവിതത്തിന്റെ എല്ലാ അവസ്ഥകളിലും പരീക്ഷണങ്ങൾ നേരിട്ട ആളുകളാണ് പ്രവാചകന്മാർ, എല്ലാ രംഗങ്ങളിലും. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രവാചകന്മാരെന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാതെ എന്തുകൊണ്ട് പ്രവാചകന്മാർ ഹസ്ബിദീനി, അവരുടെ ദീനിന്റെ തോതനുസരിച്ച്, അവരുടെ ഈമാനിന്റെ ശക്തി അനുസരിച്ച്. ഹദീസിന്റെ ബാക്കി ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കും, ഫഇൻ കാന ഫീ ദീനിഹി സ്വലാബത്തുൻ ഉസീദ ഫീ ബലാഇ. ഒരാള് ദീനിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവനാണ്, ഹറാമും ഹലാലും ഒക്കെ കൃത്യമായി നോക്കി ജീവിക്കുന്ന ഒരാൾ, ഹറാമ് പരമാവധി ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കി പരമാവധി അള്ളാഹുവിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ മാത്രം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയാൽ അവൻ ഏറ്റവും കടുത്ത പരീക്ഷണങ്ങളായിരിക്കും ഉണ്ടാവുക. അങ്ങനെ ജീവിക്കുന്ന ഒരാൾക്ക് ഏറ്റവും സുഖകരമായ ഒരു ജീവിതം, ലളിതമായ ഒരു ജീവിതം, സന്തോഷപൂർണമായ ഒരു ജീവിതം അല്ലാഹു സുബ്ഹാനഹു വ തആല വാഗ്ദാനം ചെയ്യുന്നില്ല. ഒരാള് ദീനിൽ എത്രത്തോളം കണിശത കാണിക്കുന്നുവോ അത്രത്തോളം പരീക്ഷണങ്ങളായിരിക്കും അയാൾ നേരിടേണ്ടി വരിക. എന്നിട്ടോ വഇൻ കാന ഫീ ദീനിഹി റിഖ്ഖത്തുൻ, അവൻ ദീനിനെ വളരെ റിഖ്ഖത്തോടുകൂടി, വളരെ നിസ്സാരമായി കൊണ്ടെടുക്കുന്നവനാണ് എങ്കിൽ, ചില ഹറാമുകളൊന്നും ഒരു പ്രശ്നമല്ല, അവനങ്ങനെ ദീനിൽ ഒരുപാട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, സീസണൽ നമസ്കാരങ്ങളും തോന്നുമ്പോഴൊക്കെയുള്ള നമസ്കാരങ്ങളും, നമസ്കാരത്തിൽ തന്നെ കണിശത പുലർത്താതെ ഒരു വക്തൊന്നും നഷ്ടപ്പെട്ടാലും വലിയ കുഴപ്പമൊന്നുമില്ല, ആ രൂപത്തിൽ ദീനിനെ വളരെ ലൈറ്റായി എടുക്കുന്ന ആളുകൾക്ക് അവന് പരീക്ഷണങ്ങളും കുറവായിരിക്കും. പരീക്ഷണങ്ങളും അല്ലാഹു ലഘൂകരിച്ചു കൊടുക്കും. ഓരോ ആളുകൾക്കും അവനെ നേരിടാൻ കഴിയുന്ന പരീക്ഷണങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുക. കാരണം പരീക്ഷണങ്ങൾ നേരിടാനുള്ള ഹൃദയം ആർക്കുണ്ടാവുക? ഈമാൻ ഹൃദയത്തിൽ നല്ലോണം ഉറച്ച ആളുകൾക്ക് അല്ലാഹു കൂടുതൽ പരീക്ഷണങ്ങൾ കൊടുക്കുമെന്ന്. യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തിനാണ് ഇങ്ങനെ ആളുകളെ പരീക്ഷിക്കുന്നത്? പരിശുദ്ധ ഖുർആനിലെ 29-ാം അധ്യായം സൂറത്തുൽ അൻകബൂത്തിന്റെ 1 മുതൽ 3 വരെയുള്ള വചനങ്ങൾ, അത് നമ്മളിവിടെ ഓതി വെച്ച ആയത്തുകളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കാൻ, അഹസിബൻ നാസു, ജനങ്ങളെ വിചാരിക്കുന്നുണ്ടോന്ന്. അല്ലാഹു ആ സൂറത്ത് ആരംഭിക്കുന്നത് തന്നെ അങ്ങനെ ചോദിച്ചുകൊണ്ടാണ്, അലിഫ് ലാം മീം അഹസിബൻ നാസ്, ജനങ്ങൾ വിചാരിച്ചിരിക്കണോ, അയ്യുത്രകു, അവരെ വിട്ടേക്കുമെന്ന്. ജനങ്ങൾ ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ടോ അവരിങ്ങനെ വെറുതെ അള്ളാഹു വിട്ട് കളയുമെന്ന്? അയ്യഖൂലു ആമന്നാ, ഞങ്ങൾ വിശ്വസിച്ചു എന്ന് പറഞ്ഞതുകൊണ്ട്, ഞങ്ങൾ വിശ്വാസികളാണ്, അള്ളാഹുവിൽ വിശ്വസിക്കുന്നു, അള്ളാഹു ഉണ്ട്, അന്ത്യദിനത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു, ഖിയാമത്ത് നാളിൽ വിശ്വസിക്കുന്നു, ഖളാ ഖദറിലൊക്കെ ഞാൻ വിശ്വസിക്കുന്നു, അള്ളാഹുവാണ് സൃഷ്ടാവ്, അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ. അയ്യഖൂലു ആമന്നാ, ഇതൊക്കെ പറഞ്ഞിങ്ങനെ വിശ്വസിച്ചു എന്ന് പറഞ്ഞതുകൊണ്ട് വഹും ലാ യുഫ്തനൂൻ, പിന്നെ അവർ പരീക്ഷണങ്ങളൊന്നും നേരിടാതെ, ഒരു ഫിത്നയിലൂടെയും കടന്നു പോകാതെ വളരെ സേഫ് ആയിക്കൊണ്ട് ഈ ഭൂമിയിൽ ജീവിക്കാം എന്നാണോ അവർ വിചാരിച്ചത് എന്ന് പറഞ്ഞുകൊണ്ടാണ് പരിശുദ്ധ ഖുർആനിലെ ഒരു സൂറത്ത് ആരംഭിക്കുന്നത് തന്നെ. ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ, വലഖദ് ഫതന്നല്ലദീന മിൻ ഖബ്ലിഹിം, അവർക്ക് മുമ്പുള്ള ആളുകൾ. ഈ ആയത്തിൽ അഡ്രസ് ചെയ്യപ്പെട്ട വിശ്വാസികളായ സ്വഹാബികളായ ആളുകളെ പറ്റി പറയാൻ, വലഖദ് ഫതന്നല്ലദീന മിൻ ഖബ്ലിഹിം, ഇവർക്ക് മുമ്പുള്ള ആളുകളെ ഞാൻ പരീക്ഷിച്ചിട്ടുണ്ട്. ഫലയഅലമല്ലാഹു അല്ലദീന സദഖു വലയഅലമന്നൽ കാദിബീൻ, അല്ലാഹു വേർതിരിക്കാൻ വേണ്ടിയാണ്, തിരിച്ചറിയിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് ആരാണ് സത്യം പറയുന്നത് എന്നും ആരാണ് കളവ് പറയുന്നത് എന്നും. ആ പറഞ്ഞ അയ്യഖൂലു ആമന്ന, ഞാൻ വിശ്വസിച്ചിരിക്കുന്നു, ഞാൻ സ്വർഗത്തിൽ വിശ്വസിക്കുന്നു, ഞാൻ നരകത്തിൽ വിശ്വസിക്കുന്നു, ഞാൻ ഖിയാമത്തിലും പരലോകത്തിലും ഒക്കെ വിശ്വസിക്കുന്നു എന്ന് നാവ് കൊണ്ട് പറഞ്ഞ ആളുകളിൽ നിന്ന് അവന്റെ ഹൃദയത്തിലേക്ക് ആ വിശ്വാസം എത്രത്തോളം ആഴ്ന്നിറങ്ങിയിട്ടുണ്ട് എന്ന് തിരിച്ചറിയാൻ വേണ്ടി ഒരിക്കലും അവരെ വിടാതെ പരീക്ഷണങ്ങൾ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല തുടരെ അവരുടെ പിന്നാലെ പരീക്ഷണങ്ങളുമായി ഉണ്ടാകുമെന്ന്. നമുക്ക് നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയുന്നത് അല്ലാഹുവിൽ വിശ്വസിക്കുകയും നല്ല നല്ല സൽക്കർമ്മങ്ങളൊക്കെ ചെയ്യുകയും ഖിയാമത്തിലൊക്കെ വിശ്വസിക്കുകയും എല്ലാം വിശ്വാസമൊക്കെ ക്ലിയർ ആണെങ്കിലും ഒരു സന്തോഷപൂർണമായ ഒരു ജീവിതം, ഒരു പരീക്ഷണം ഇല്ലാത്തൊരു ജീവിതമല്ല. എത്രത്തോളം ഈമാൻ കൂടുന്നോ അത്രത്തോളം പരീക്ഷണങ്ങൾ അവന് കൂടുതൽ നേരിടേണ്ടി വരുമെന്ന്. ഈ ആയത്തിന്റെ തഫ്സീറിൽ ഇമാം ഖുർത്തുബി റഹിമഹുല്ലാഹ്
അദ്ദേഹം ധാരാളം വിഷയങ്ങളെ സംബന്ധിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. ഇത് ഇന്ന സ്വഹാബികളുടെ വിഷയത്തിലാണ്, അമ്മാർ റളിയല്ലാഹു അൻഹുവിന്റെ വിഷയത്തിലാണ്, യാസിർ റളിയല്ലാഹു അൻഹുവിന്റെ വിഷയത്തിലാണ്. അങ്ങനെ പല സ്വഹാബിമാരുടെയും, ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ ഒക്കെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് ആ സ്വഹാബിമാരുടെ വിഷയത്തിലാണ് ഈ ആയത്ത് അവതരിച്ചത് എന്ന് പറയുന്നു. ബിലാൽ റളിയല്ലാഹു അൻഹു അനുഭവിച്ച പ്രയാസങ്ങളെ സംബന്ധിച്ച് ചരിത്രത്തിൽ കേട്ടുപിടിച്ച ആളുകളാണ് നമ്മൾ. അമ്മാർ റളിയല്ലാഹു അൻഹു, സുമയ്യ റളിയല്ലാഹു അൻഹ, ഇവരൊക്കെ അനുഭവിച്ച പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ദുരിതങ്ങളും ഒക്കെ ചരിത്രങ്ങളുടെ ഏടുകളിൽ ധാരാളമായി കൊണ്ട് പരിശുദ്ധ ഹദീസുകളിലൊക്കെ ധാരാളമായി കേട്ട ആളുകളാണ് നമ്മൾ. അവരുടെ വിഷയത്തിൽ ഈ ആയത്ത് അവതരിക്കുമ്പോൾ സഹോദരങ്ങളെ ആലോചിച്ച് നോക്കുക. അവരെ വെറുതെ വിട്ടേക്കുമെന്നാണോ? ഇതൊക്കെ അനുഭവിക്കേണ്ടി വരും, അങ്ങനൊക്കെ തന്നെയാണ് ഈ ദുനിയാവ്, വിശ്വസിച്ചു എന്നതിന്റെ പേരിൽ ആരെയും അള്ളാഹു വിടുകയില്ല എന്ന ആയത്ത് അവരുടെയൊക്കെ വിഷയത്തിൽ അവതരിക്കുന്ന രംഗം നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. ആശ്വാസത്തിന്റെ വാക്കുകളല്ല, ഇതിങ്ങനെ തന്നെ ആയിരിക്കും എന്ന താക്കീതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷണങ്ങൾ നേരിടുന്ന ആളുകൾക്ക് കൊടുക്കുന്നത്. ആയത്തിന്റെ തഫ്സീറിൽ ബാക്കി നമുക്ക് കാണാൻ സാധിക്കും, വഹാദിഹിൽ ആയതു വഇൻ കാനത് നസലത് ബിഹാദ സബബ്. അവിടെ പറയപ്പെട്ട ചില സ്വഹാബികളുടെ വിഷയത്തിലും പറയപ്പെട്ട ചില വിഷയങ്ങളിലുമാണ് ഈ ആയത്ത് അവതരിച്ചത് എങ്കിലും ഫഹിയ ബാഖിയത്തുൻ ഫീ ഉമ്മത്തി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ പറയപ്പെട്ട വിഷയം അഥവാ വിശ്വസിച്ചു എന്ന് പറഞ്ഞതുകൊണ്ട് അവരെ വെറുതെ വിടുകയില്ല എന്ന് പറഞ്ഞ ഈ വിഷയം, ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിന് മുഴുവൻ ബാധകമായ വിഷയങ്ങളാണ്. അഥവാ ആയത്തിന്റെ തഫ്സീറിൽ പറഞ്ഞ കുറച്ച് സ്വഹാബിമാരുടെ വിഷയത്തിൽ മാത്രമോ, കുറച്ച് യുദ്ധരംഗത്തുണ്ടായ സംഭവങ്ങളുടെ വിഷയത്തിൽ മാത്രമോ ഖാസായിട്ടുള്ള, അതിന് മാത്രം ബാധകമായിട്ടുള്ള വിഷയങ്ങളൊന്നുമല്ല. ഇത് ഈ ഖിയാമത്ത് നാൾ വരെയുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിൽപ്പെട്ട എല്ലാ മനുഷ്യന്മാർക്കും ബാധകമാണ്. അഥവാ ആ ആയത്തിൽ അഹസിബൻ നാസ്, നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചത് നമ്മളോട് ഓരോരുത്തരോടുമാണ്. ആ ആയത്ത് വായിക്കുന്ന നമ്മൾ ഓരോരുത്തരോടും അള്ളാഹു ചോദിക്കാൻ, അഹസിബൻ നാസ്, നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ, അയ്യുത്രക്കു, നിങ്ങൾ വെറുതെ വിട്ടേക്കുമെന്ന്, അയ്യഖൂലു ആമന്ന, നിങ്ങൾ വിശ്വസിച്ചു എന്നതിന്റെ പേരിൽ, അങ്ങനെ പറഞ്ഞതിന്റെ പേരിൽ നിങ്ങൾ വെറുതെ വിട്ടേക്കുമോ എന്ന് എല്ലാ കാലഘട്ടത്തിലേക്കും. എന്നിട്ടോ എന്നാൽ അവിടെ യുദ്ധങ്ങൾ കൊണ്ടും പീഡനങ്ങൾ കൊണ്ടുമാണ് പരീക്ഷണങ്ങൾ അവർ നേരിട്ടത് എങ്കിൽ നിങ്ങൾക്കൊരു പക്ഷെ അങ്ങനെ ആയിരിക്കണമെന്നില്ല. അതുകൊണ്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട എന്നാണ്. അഥവാ നമുക്കിപ്പോ യുദ്ധങ്ങളൊന്നുമില്ല, ഇസ്ലാം വിശ്വസിച്ചതിന്റെ പേരിൽ നമ്മൾ ആരും വേറെ പ്രയാസങ്ങൾ അനുഭവിക്കണ്ട. അങ്ങനെയാണ് നിങ്ങളെങ്കിൽ ആ പരീക്ഷണങ്ങളൊന്നുമല്ല എനിക്ക് നേരിടാനുള്ളത് എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. നിങ്ങൾക്കുണ്ടാകാൻ പോകുന്നത് ദുരിതങ്ങളാണ്, ജീവിതത്തിലെ പ്രയാസങ്ങളും പരീക്ഷണങ്ങളുമാണ്. നിങ്ങൾ അല്ലാഹു രോഗം കൊണ്ട് പരീക്ഷിക്കും, കടബാധ്യതകൾ കൊണ്ട് പരീക്ഷിക്കും, നിങ്ങളെ പല രംഗങ്ങളിലും നിങ്ങളുടെ കുടുംബത്തിന് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയുള്ള പരീക്ഷിക്കും. പല രംഗത്തും പല ഹറാമിലേക്കും എടുത്ത് ചാടേണ്ട അവസ്ഥകളെ കൊണ്ട് അള്ളാഹു നിങ്ങളെ പരീക്ഷിക്കും. പല ഹറാമും കാണുന്നതിനെ തൊട്ട് അള്ളാഹു നിങ്ങളെ പരീക്ഷിക്കും. പല ഹറാമും കേൾക്കുന്നതിനെ തൊട്ട് അള്ളാഹു നിങ്ങളെ പരീക്ഷിക്കും. ഇതൊക്കെയാണ് നിങ്ങൾക്ക് നേരിടാനുള്ള പരീക്ഷണങ്ങൾ, അല്ലാതെ യുദ്ധങ്ങൾ മാത്രമാവണമെന്നില്ല. ഇസ്ലാം സ്വീകരിച്ചതിന്റെ പേരിൽ മർദ്ദനങ്ങൾ അനുഭവിക്കേണ്ട ഒരു അവസ്ഥ മാത്രമായിരിക്കണം എന്നില്ല വിശ്വാസിയായി എന്ന് പറഞ്ഞതിന്റെ പേരിലുള്ള പരീക്ഷണങ്ങൾ. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ഓരോ സെക്കൻഡും നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പരീക്ഷണങ്ങളെ നമ്മൾ സഹോദരങ്ങളെ ഒന്ന് ആലോചിച്ചു നോക്കണം. ഇതൊക്കെ അള്ളാഹുവിന്റെ പരീക്ഷണങ്ങളാണ് എന്ന് തിരിച്ചറിയാൻ പലപ്പോഴും നമ്മൾ വൈകുന്നുണ്ട് എന്ന്. പലപ്പോഴും പല പരീക്ഷണങ്ങളെയും നേരിടാൻ കഴിയാതെ എന്തുകൊണ്ട് എനിക്കിത് സംഭവിച്ചു, എന്തിനെ, ഞാനൊരു വിശ്വാസിയല്ലേ, ഞാൻ 5 നേരം നമസ്കരിക്കുന്നവനല്ലേ, ഞാൻ നോമ്പൊക്കെ നോൽക്കുന്നവനല്ലേ, ഞാൻ പള്ളിയുമായി ബന്ധപ്പെടുന്നവനല്ലേ, ഞാൻ പാവപ്പെട്ടവരെ സഹായിക്കുന്നവനല്ലേ, ഞാൻ ആരെയും ഉപദ്രവിക്കാറില്ലല്ലോ, ഞാൻ ആർക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കാറില്ല, പിന്നെ എന്തിനാണ് അള്ളാഹു എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നത് എന്ന ആളുകളോടുള്ള ഒരു മറുപടിയാണ്. അങ്ങനെ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള ഒരു മറുപടിയാണ് വിശ്വാസിയായി എന്നുള്ളതിന്റെ പേരിൽ, വിശ്വാസം സ്വീകരിച്ചു എന്നതിന്റെ പേരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെങ്ങനെ വെറുതെ വിടാണ്? അവൻ പറഞ്ഞു വിശ്വസിച്ചു, അതവന്റെ കൽബിൽ എത്രത്തോളം അവൻ ഉൾക്കൊണ്ടിട്ടുണ്ട് എന്ന് അവനെ തന്നെ അള്ളാഹു ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന പല രംഗങ്ങളുമാണ് പരീക്ഷണങ്ങൾ എന്ന് പറയുന്നത്. ഈ ആയത്ത് അവതരിക്കാനുള്ള മറ്റൊരു പശ്ചാത്തലം മിഹ്ജ റളിയല്ലാഹു അൻഹുവിന്റെ സംഭവമാണ് എന്ന് ഇമാം ഖുർത്തുബി റഹ്മഹുല്ലാഹി രേഖപ്പെടുത്തുന്നുണ്ട്. ആരാണ് മിഹ്ജ റളിയല്ലാഹു അൻഹു? കാന അവ്വലു ഖതീൽ മിനൽ മുസ്ലിമീന യൗമി ബദ്ർ. ബദ്ർ യുദ്ധത്തിൽ, ബദ്റിന്റെ ദിവസം ഏറ്റവും ആദ്യം മുസ്ലിമീങ്ങളിൽ നിന്ന് കൊല്ലപ്പെട്ട വ്യക്തിയാണ് മിഹ്ജ റളിയല്ലാഹു അൻഹു. ഏറ്റവും ആദ്യം ബദറിൽ കൊല്ലപ്പെട്ട വ്യക്തി.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബിയെ വിളിച്ചത് സയ്യിദു ശുഹദാ, ശുഹദാക്കളുടെ നേതാവ് എന്നാണ്. വഹുവ അവ്വലു മൻ യുദ്അ ഇലാ ബാബിൽ ജന്നത്തി മിൻ ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിൽ നിന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിൽ നിന്ന് ഏറ്റവും ആദ്യം സ്വർഗത്തിന്റെ വാതിലുകളിൽ നിന്ന് വിളിക്കപ്പെടുന്ന വ്യക്തിയായിരിക്കും മിഹ്ജ റളിയല്ലാഹു അൻഹു. ആ സ്വഹാബി ബദ്ർ യുദ്ധത്തിൽ മരണപ്പെട്ട സമയത്ത് ഫജസിഅ അലൈഹി അബവാഹു വംറഅതുഹു, അദ്ദേഹത്തിന്റെ ആളുകൾ, അദ്ദേഹത്തിന്റെ ഭാര്യമാരും അദ്ദേഹത്തിന്റെ മാതാപിതാക്കളൊക്കെ അലമുറയിട്ട് കരയാൻ തുടങ്ങിയ സന്ദർഭത്തിലാണ് പരിശുദ്ധ ഖുർആനിലെ ആയത്ത് അവതരിച്ചത്. നോക്കൂ, ആ ഒരു സന്ദർഭത്തിൽ സ്വന്തം ഭർത്താവിനെ നഷ്ടപ്പെട്ട ഒരു ഭാര്യയെ, സ്വന്തം മകനെ നഷ്ടപ്പെട്ട അദ്ദേഹത്തിന്റെ ആളുകൾ, അദ്ദേഹത്തിന്റെ അഹ്ലുകാർ, ആ ആളുകളെ ആശ്വസിപ്പിക്കുകയല്ല, അദ്ദേഹത്തിന് സ്വർഗമുണ്ട്, നിങ്ങൾ വിഷമിക്കേണ്ടതില്ല, ആ രൂപത്തിലല്ല, വിടുകയില്ല എന്നാണ്. അങ്ങനെ വിശ്വസിച്ചു എന്നതിന്റെ പേരിൽ നിങ്ങൾ വിചാരിച്ചത് ഇങ്ങനെ മരണങ്ങളൊന്നും ഇല്ലാതെ, പ്രയാസങ്ങളൊന്നും ഇല്ലാതെ രക്ഷപ്പെടും എന്നാണോ വിചാരിച്ചത് എന്ന് അദ്ദേഹത്തിന്റെ കുടുംബക്കാരുടെ മേലാണ് ഈ ആയത്ത് അവതരിച്ചത് എന്നാണ്. ആലോചിച്ച് നോക്കാം സഹോദരങ്ങളെ. അതുകൊണ്ട് ഏറ്റവും ഗൗരവത്തോടുകൂടി നമ്മൾ ചിന്തിക്കേണ്ട വിഷയങ്ങളാണ്. ജീവിതത്തിൽ പരീക്ഷണങ്ങൾ നേരിടുന്നത് അള്ളാഹു നമ്മുടെ ഈമാൻ അടക്കുന്ന സന്ദർഭങ്ങളാണ്. മഹാനായ ഖബ്ബാബ് റളിയല്ലാഹു അൻഹു, ഖബ്ബാബ് റളിയല്ലാഹു അൻഹു ധാരാളം പരീക്ഷണങ്ങൾ നേരിട്ട സ്വഹാബിയാണ്. അടിമയായ സ്വഹാബിയായിരുന്നു. ഇരുമ്പിന്റെ ആലയിൽ പണിയെടുക്കുന്ന സ്വഹാബിയായിരുന്നു. അദ്ദേഹം ഇസ്ലാം ആദ്യ കാലഘട്ടത്തിൽ സ്വീകരിച്ച സ്വഹാബിയാണ്. അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചതിന് പിന്നാലെ ശത്രുക്കൾ അദ്ദേഹത്തെ ധാരാളമായി കൊണ്ട് മർദ്ദിക്കുകയും പ്രയാസപ്പെടുത്തുകയും ചെയ്ത സന്ദർഭങ്ങളുണ്ട്. അദ്ദേഹത്തിന്റെ യജമാനത്തിയായ ഒരു സ്ത്രീ, ആ സ്ത്രീ വന്നുകൊണ്ട് അവരുടെ കൽപ്പന പ്രകാരം ആ ചുട്ടു പഴുത്ത ഇരുമ്പ് ഇങ്ങനെ പഴുപ്പിച്ചു വെച്ചിട്ട് ഖബ്ബാബ് റളിയല്ലാഹു അൻഹുവിനെ അതിലേക്ക് ഇങ്ങനെ കിടത്തുമായിരുന്നു എന്നാണ്. എന്നിട്ട് പുറത്ത് ചവിട്ടുമായിരുന്നു എന്നാണ്. എത്രത്തോളം അദ്ദേഹത്തിന്റെ പിന്നിലുണ്ടായിരുന്ന, അദ്ദേഹത്തിന്റെ മുതുകിന്റെ ഭാഗത്തുണ്ടായിരുന്ന തൊലിയും മാംസവും ഒലിച്ചിറങ്ങി എല്ല് പുറത്തേക്ക് കാണുമായിരുന്നു എന്നാണ്. ഖബ്ബാബ് റളിയല്ലാഹു അൻഹു വന്നുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ചോദിക്കുന്നുണ്ട്. മരത്തിന്റെ തണലിൽ വിശ്രമിച്ചിരുന്നു കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ചോദിക്കാണ്, റസൂലേ ഇത് കാണുന്നില്ലേ, റസൂലേ ഇത് കാണുന്നില്ലേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു കൊടുക്കുന്ന മറുപടി, ധൃതി കാണിക്കരുത് ഖബ്ബാബ് എന്നാണ്. ഖബ്ബാബ് ധൃതി കാണിക്കരുത് എന്നാണ്. നോക്കൂ, ഈ സംഭവം പരിശുദ്ധ ഖുർആനിന്റെ 2-ാം അധ്യായം സൂറത്തുൽ ബഖറയുടെ 214-ാമത്തെ ആയത്തിന്റെ വിശദീകരണത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. എന്താ ആയത്തിലുള്ളത്? അം ഹസിബതും അൻ തദ്ഖുലുൽ ജന്ന, നിങ്ങൾ വെറുതെ സ്വർഗ്ഗത്തിൽ പോകാന്നാ വിചാരിച്ചത്? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ചോദ്യാണ്, അം ഹസിബതും അൻ തദ്ഖുലുൽ ജന്ന, നിങ്ങൾ വെറുതെ ഇങ്ങനെ എല്ലാവരും കൂടെ സ്വർഗ്ഗത്തിലേക്ക് പോവാം എന്ന് വിചാരിച്ചോ? വലമ്മാ യഅതികും മസലുൽ ലദീന ഖലൗ മിൻ ഖബ്ലികും, നിങ്ങൾക്ക് മുമ്പുള്ള ആളുകൾ ഇതിനേക്കാൾ പ്രയാസപ്പെട്ടിട്ടുണ്ട്. നിങ്ങളുടെ മുമ്പുള്ള ആളുകളെ അവരുടെ തലയുടെ മുകളിലേക്ക്, അവരുടെ തലയോട്ടിയുടെ മുകളിലേക്ക് ഒരു ഈർച്ചവാൾ ഇങ്ങനെ വെച്ചു കൊടുത്തിട്ട്, ഇപ്പോഴും നീ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നത് എന്ന് ചോദിക്കുമ്പോ അവര് അതേ എന്ന് പറയുമ്പോ ഈർച്ചവാൾ കൊണ്ട് അവരെ നേർക്കുനേരെ മുറിച്ച് രണ്ടാക്കി മാറ്റിയിട്ടുണ്ട്. പിന്നാലെ ക്യൂവിൽ നിന്ന ആളുകളൊന്നും അത് കണ്ട് പതറിയിട്ടില്ല. ഇതിനേക്കാൾ വലിയ പരീക്ഷണങ്ങൾ നിനക്ക് മുമ്പുള്ള ആളുകൾ നേരിട്ടിട്ടുണ്ട്. ഒരുപാട് ബുദ്ധിമുട്ടുകൾ, ജീവിതത്തിൽ ഒരുപാട് അങ്ങേറ്റത്തെ പരീക്ഷണങ്ങൾ അവർ നേരിട്ടിട്ടുണ്ട്. വസുൽസിലു, അവര് പിടിച്ച് കുലുക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ്, അവര് കിടുങ്ങിപ്പോയിട്ടുണ്ട് എന്നാണ്, അവര് തകർന്നു പോയിട്ടുണ്ട് എന്നാണ്. ഹത്താ യഖൂല റസൂൽ വല്ലദീന മഅഹു, എത്രത്തോളം പ്രവാചകന്മാര് പോലും, വല്ലദീന മഅഹു, ആ പ്രവാചകന്മാരുടെ കൂടെ ഉണ്ടായിരുന്ന അനുയായികൾ, അഥവാ ആ സമൂഹത്തിൽ ഈമാൻ കൊണ്ട് ഏറ്റവും മുൻപന്തിയിൽ ഉണ്ടായിരുന്ന പ്രവാചകന്മാരും കൂടെ ഉണ്ടായിരുന്ന ആളുകളും ചോദിച്ചു പോകുമായിരുന്നു എന്നാണ്, മത്താ നസ്റുല്ലാഹ്, ഇനി എപ്പോഴാണ് അള്ളാഹുവിന്റെ സഹായം? ഇനി ഇപ്പോഴല്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് അള്ളാഹുവിന്റെ സഹായം നമുക്കുണ്ടാവുക എന്ന് പ്രവാചകന്മാര് പോലും ചോദിച്ചു പോയിട്ടുണ്ടായിരുന്ന സന്ദർഭങ്ങളുണ്ട്. അതുകൊണ്ട് ധൃതി കാണിക്കണ്ട എന്നാണ്. സഹോദരങ്ങളെ, അലാ ഇന്ന നസ്റല്ലാഹി ഖരീബ്, അള്ളാഹുവിന്റെ സഹായം നിങ്ങൾക്ക് വളരെ അടുത്ത് തന്നെ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് പരിശുദ്ധ ഖുർആനിലെ ആ ആയത്ത് അവസാനിക്കുന്നത്. അതുകൊണ്ട് ജീവിതത്തിൽ നമ്മളൊക്കെ വിശ്വാസം കൈക്കൊണ്ട ആളുകളാണ്, അള്ളാഹുവിൽ വിശ്വസിക്കുന്ന ആളുകളാണ്.
തൗഹീദ് ഉൾക്കൊണ്ട ആളുകളാണ്. ഒരു പ്രയാസത്തിലും അള്ളാഹു അല്ലാത്ത ഒരാളിലേക്കും ബഹുദൈവ വിശ്വാസത്തിന്റെ ഒരു കണിക പോലും ജീവിതത്തിൽ ഉണ്ടാകരുത് എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇന്ന് ചെയ്യുന്ന എല്ലാ കർമ്മങ്ങൾക്കും നാളെ പരലോകത്താണ് എനിക്ക് പ്രതിഫലം കിട്ടാനുള്ളത്, ഈ ദുനിയാവിന് ഞാനൊന്നും ആഗ്രഹിക്കുന്നില്ല എന്ന് താല്പര്യപ്പെടുന്ന ആളുകളാണ് നമ്മൾ. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഈ ദുനിയാവിൽ വളരെ എളുപ്പമുള്ളൊരു ജീവിതം ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കണ്ട. ജീവിതത്തിലെ എല്ലാ ആളുകളെ കൊണ്ടും എല്ലാ രംഗങ്ങളെ കൊണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. അങ്ങനെ പരീക്ഷിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഉള്ളിലുള്ള ഈമാൻ യഥാർത്ഥത്തിലുള്ള ഈമാനാണോ അല്ലേ, എല്ലാ പരീക്ഷണങ്ങൾക്ക് മുമ്പിലും പതറാതെ നമ്മൾ നിൽക്കുന്നുണ്ടോ എന്ന് തിരിച്ചറിയുന്ന ആ പരീക്ഷണത്തിന്റെ രംഗങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സബ്റോടുകൂടി ഏറ്റവും നല്ല ക്ഷമയോടുകൂടി പിടിച്ചു നിൽക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. أصلي وأسلم على سيد الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه أجمعين. أما بعد. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ പരീക്ഷണങ്ങളില്ലാതെ വളരെ സുഖകരമായിക്കൊണ്ട് ആസ്വദിച്ചുകൊണ്ട് ഈ ജീവിതത്തെ അവസാനിപ്പിക്കാം, മരണം വരെ യാതൊരു പ്രശ്നങ്ങളുമില്ലാതെ മുന്നോട്ട് പോകാമെന്നൊരു വിശ്വാസി ഒരിക്കലും ജീവിതത്തിൽ ചിന്തിക്കേണ്ടതില്ല എന്നതുമായി ബന്ധപ്പെട്ട ഏതാനും ഹദീസുകളും പരിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളുമാണ് നമ്മളിവിടെ പറഞ്ഞു വെച്ചത്. ഈ പരീക്ഷണത്തിന്റെ രംഗങ്ങളിലൊക്കെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ മനസ്സ് ഒരിക്കലും തകർന്നു പോകാതെ അവന്റെ മനസ്സിനെ പിടിച്ചു നിർത്തുന്ന ഈ പരീക്ഷണങ്ങളൊക്കെയും ഞാൻ നേരിടുമ്പോ ഇതുകൊണ്ടൊക്കെ എനിക്ക് ഗുണങ്ങൾ ഉണ്ടാകുമെന്ന് അവനെ ആശ്വസിപ്പിക്കുന്ന തരത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ധാരാളം വചനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മാ യുസീബുൽ മുസ്ലിമു മിൻ നസബിൻ വലാ വസബിൻ. സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, ഒരു മുസ്ലിമിനും ഒരു വിശ്വാസിക്കും തന്നെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകുന്നില്ല, ഒരു പ്രയാസവും ഉണ്ടാകുന്നില്ല. വല ഹമ്മിൻ വല ഹസനിൻ, ഒരു വിഷമങ്ങൾ, ഭാവിയെ കുറിച്ച് ഓർത്തുള്ള ഒരു വിഷമം, കഴിഞ്ഞുപോയതിനെ കുറിച്ച് ഓർത്തുള്ള വിഷമം, അവന്റെ മനസ്സിനെ ഡിപ്രസ്ഡ് ആക്കുന്ന, അവന് മാനസികമായി അവന് സമ്മർദ്ദങ്ങൾ ഉണ്ടാക്കുന്ന വിഷയങ്ങളും, വല അത, അവൻ ഒരു ഉപദ്രവവും ഒരു പ്രയാസവും, വല ഗമ്മിൻ, ഒരു ബുദ്ധിമുട്ടിന്റെ അവസ്ഥകളിലും ഒരു കുടുങ്ങിപ്പോകലുകളിന്റെ ഒരു പെടലിന്റെ അവസ്ഥകളിലും ഇല്ല. എത്രത്തോളം അവന്റെ കാലിലൊരു മുള്ള് കൊള്ളുന്നത് പോലും ഇല്ല. അള്ളാഹു അത് നിമിത്തം അവന് പാപങ്ങൾ പുറത്തു കൊടുത്താലല്ലാതെ എന്നാണ്. ജീവിതത്തിൽ മാനസികമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളുണ്ട്. ഒരു മനുഷ്യനും ഒരു ബുദ്ധിമുട്ടുകളും ഇല്ലാതെ ജീവിക്കുന്നില്ല. പക്ഷെ എപ്പോഴാണോ ഞാൻ ഈ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ ഒരു പരീക്ഷണമാണ് എന്നും ഈ ബുദ്ധിമുട്ടുകൾ ഞാൻ അനുഭവിക്കുന്നത് അത് മാനസികമായ ബുദ്ധിമുട്ടുകളാകട്ടെ ശാരീരികമായ ബുദ്ധിമുട്ടുകളാകട്ടെ, ഇത് കാരണം അള്ളാഹു നാളെ എന്റെ പാപങ്ങൾ പുറത്തു നൽകും എന്ന ഒരു പ്രതീക്ഷ, ആ ഒരു പ്രതീക്ഷയാണ് എല്ലാ പരീക്ഷണങ്ങൾക്ക് നടുവിലും ഒരു മുസ്ലിമിനെ പിടിച്ചു നിർത്തുക. നാളെ ചില ആളുകൾ ഏടുകൾ കയ്യിലേക്ക് കിട്ടുമ്പോ, അവരുടെ കിതാബുകൾ ഇങ്ങനെ കയ്യിലേക്ക് കിട്ടുമ്പോൾ ചില ആളുകളുടെ കിതാബ് നോക്കി അസൂയപ്പെടുമെന്നാണ്. ചില ആളുകളുടെ കിതാബ് നോക്കി അവർ അസൂയപ്പെടും. എന്തെല്ലാം തരം പരീക്ഷണങ്ങളും രോഗമാണ് ഈ വ്യക്തിക്ക് കിട്ടിയത്. ആ രോഗങ്ങളും പരീക്ഷണങ്ങളും നിമിത്തം ആ വ്യക്തിക്ക് എത്രത്തോളം പാപങ്ങളാണ് അല്ലാഹു പുറത്തു കൊടുത്തത്. എനിക്കും അതുപോലെ രോഗങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ, എനിക്കും അതുപോലെ മാരകമായ ദുരിതപൂർണമായ രോഗങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും ഒക്കെ ദുനിയാവിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് മനുഷ്യൻ ആലോചിച്ചു പോകുന്ന ഒരു ദിവസമുണ്ട്. ഇന്ന് നമ്മുടെ കിതാബ് ഇങ്ങനെ കിട്ടുമ്പോ നമ്മുടെ കണ്ണിൽ ഒരു ദിവസം ഒരു കരട് പോയി, നമ്മൾ അല്പം സെക്കൻഡ് ഒന്ന് പ്രയാസപ്പെട്ടു. കണ്ണിൽ കരട് പോയത് കാരണം നമ്മൾ കുറച്ച് സെക്കൻഡുകൾ പ്രയാസപ്പെട്ടു. അത് നിമിത്തം നമ്മുടെ കുറച്ച് പാപങ്ങൾ പുറത്തു കൊടുത്തത് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും അല്പം കൂടെ സമയം ആ കരട് നമ്മുടെ കണ്ണിലുണ്ടായിരുന്നെങ്കിൽ. ചില വിഷമങ്ങളും ചില മാനസികമായ സമ്മർദ്ദങ്ങളിലൂടെ നമ്മൾ ഇങ്ങനെ 2 ദിവസം കടന്നുപോയി. ബുദ്ധിമുട്ടിലൂടെ ആകെ മാനസിക വിഷമം, ഉറക്കമില്ല, ആകെ പ്രയാസം, ആകെ ടെൻഷൻ.
അത് കാരണം അള്ളാഹു കുറച്ച് പാപങ്ങൾ പുറത്തു കൊടുത്തിട്ടുണ്ട്. അത് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഒരാഴ്ച അത് നീണ്ടു നിന്നിരുന്നെങ്കിൽ, ഒരു മാസം അത് നീണ്ടു നിന്നിരുന്നെങ്കിൽ. നമുക്കൊരു അസുഖം വന്നു, ഒരു പ്രയാസം വന്നു, ഒരു മാസം 2 മാസം പ്രയാസത്തിലായിരുന്നു. അത് കാരണം അള്ളാഹു അത്രയും കാലഘട്ടത്തിലുള്ള പാപങ്ങൾ പുറത്തു കൊടുത്തപ്പോ, ഒരുപാട് പാപങ്ങൾ നിമിത്തം പുറത്തു കൊടുത്തപ്പോ, നാളെ ഖിയാമത്ത് നാളിൽ അള്ളാഹുവിന്റെ കയ്യിൽ നിന്ന് ആ കിതാബ് മേടിക്കുമ്പോ കുറച്ചു കാലം കൂടെ ആ രോഗം നീണ്ടു നിന്നിരുന്നെങ്കിൽ എന്ന് നമ്മൾ ആലോചിക്കുന്നൊരു ദിവസമുണ്ട്. കുറച്ചു കാലം കൂടെ, കുറച്ച് സമയം കൂടെ, കുറച്ചും കൂടെ കാഠിന്യമുള്ള അസുഖമായിരുന്നു എനിക്കുണ്ടായിരുന്നത് എങ്കിൽ എന്ന് ആലോചിക്കുന്ന ഒരു ദിവസമുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, എല്ലാ പരീക്ഷണങ്ങൾക്കും നടുവിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് വലാ യസാലുൽ ബലാ ബിൽ അബ്ദ്, ഒരാൾ ഇങ്ങനെ പരീക്ഷിച്ചുകൊണ്ടേയിരിക്കും. തുടരെ പരീക്ഷണങ്ങൾ നൽകി ഇങ്ങനെ പരീക്ഷിച്ച് ഹത്താ യംശി അലൽ അർദി വമാ അലൈഹി ഖതിയ, പരലോകത്തേക്ക് അവനെ വിളിക്കുന്നതിന് മുമ്പ് അവൻ ഭൂമിയിലൂടെ നടക്കും ഒരു പാപവും ചെയ്യാത്തവനായിക്കൊണ്ടെന്നാണ്. അതിനുവേണ്ടിയാണല്ലോ അങ്ങനെ പരീക്ഷിക്കണമെന്നാണ്. പരീക്ഷിച്ച് അവസാനം ഈ ഭൂമിയിലൂടെ അവൻ നടക്കുന്നതാണ് ഒരു പാപവും ചെയ്യാത്തവനായിക്കൊണ്ട്. അങ്ങനെ അള്ളാഹു അവനെ തിരിച്ചു വിളിക്കുമെന്നാണ്, എല്ലാ പാപങ്ങളും പുറത്തു കൊടുക്കാൻ വേണ്ടി. അതുകൊണ്ട് സഹോദരങ്ങളെ, എല്ലാ രംഗങ്ങളിലും നമുക്കിങ്ങനെ തോന്നും ഈ രംഗങ്ങളിൽ എനിക്കിതില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. പല ഹറാമിന്റെയും പല ഹലാലിന്റെ മുമ്പിൽ നമ്മളിങ്ങനെ കുടുങ്ങി നിൽക്കുന്ന അവസ്ഥകൾ ഉണ്ടാവും. ഇപ്പൊ ഞാൻ എങ്ങനെ വീട് പണി തീർക്കാൻ, ഈ ലോൺ ഇല്ലാതെ പറ്റൂല. ഈ പല രംഗങ്ങളിലും ഹറാമ്, ഇതിപ്പോ ഞാൻ പറഞ്ഞേ പറ്റൂ, അങ്ങനെയുള്ള അവസരങ്ങൾ വരും. ഹറാമ് തിരഞ്ഞെടുക്കാൻ നമുക്ക് ചോയ്സ് ഇല്ല എന്ന് നമ്മൾ തോന്നിപ്പോകുന്ന അവസ്ഥകൾ ഉണ്ടാകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇന്നക ലൻ തദഅ ശൈഅൻ ലില്ലാഹി അസ്സ വജൽ, അല്ലാഹുവിന് വേണ്ടി ഒരാൾ ഒരു കാര്യത്തെ ഒഴിവാക്കി, ഇത് ഹറാമാണ്, എന്റെ ജീവിതത്തിൽ ഇത് വന്നാൽ ഒരു പക്ഷെ എനിക്ക് സൗകര്യമുണ്ടാകും, എളുപ്പമുണ്ടാകുമെന്ന് എനിക്കൊരു ബോധ്യം ഉണ്ടാകും, പക്ഷെ ഇത് ഹറാമാണ്, അല്ലാഹുവിന് വേണ്ടി ഞാൻ ഇത് മാറ്റിവെക്കുന്നു എന്ന് ഒരാൾ തീരുമാനിച്ചാൽ ഇല്ലാ ബദ്ദലകല്ലാഹു ബിഹി മാ ഹുവ ഖൈറൻ ലക മിൻ, അതിനേക്കാൾ ഖൈറായത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് നൽകുമെന്നാണ്. പല രംഗങ്ങളിലും ഈ ഹറാം തെരഞ്ഞെടുത്തേ പറ്റൂ. ഈ ഹറാം ഇല്ലാതെ ഈ കാലഘട്ടത്തിലൊന്നും ജീവിക്കാൻ പറ്റൂല. ഇതില്ലാതെയൊക്കെ എങ്ങനെ ഇപ്പൊ മുമ്പോട്ട് പോകാൻ പറ്റുക? അതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തിൽ അതൊക്കെ അന്നൊക്കെ പറ്റും, നമുക്കിത് പറ്റൂല എന്ന് പറഞ്ഞുകൊണ്ട് പല ഹറാമിലേക്കും കണ്ണും പൊട്ടി ഇറങ്ങുന്ന ആളുകളുണ്ട്. അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, ഹറാമുകളെ മാറ്റിവെക്കുന്നവൻ ലില്ലാഹി അസ്സ വജൽ, അല്ലാഹുവിന് വേണ്ടി ഞാനിത് മാറ്റിവെക്കാൻ. അങ്ങനെയാണ് എങ്കിൽ ഇല്ലാ ബദ്ദലകല്ലാഹ്, അല്ലാഹു ഒരു പകരം നൽകുന്ന അതിനേക്കാൾ ഖൈറായത്, അവൻ ഏതാണോ ഉദ്ദേശിച്ചത് അതിനേക്കാൾ ഖൈറ് അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുമെന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, പരീക്ഷണങ്ങളിൽ എടുത്തു ചാടി തീരുമാനങ്ങൾ എടുക്കുന്ന ആളുകളാവരുത് നമ്മൾ. പരീക്ഷണങ്ങൾ വരുമ്പോൾ വായിൽ തോന്നിയത് വിളിച്ചു പറയുന്ന ആളുകളാവരുത് നമ്മൾ. ദേഷ്യം വരുമ്പോ, ബുദ്ധിമുട്ട് വരുമ്പോ ഇല്ലാത്ത ശാപവാക്കുകളും ആളുകളെ തെറി പറയുകയും ചെയ്യുന്ന സ്വഭാവമുള്ള ആളുകളാവരുത് നമ്മൾ. അതല്ല ഒരു വിശ്വാസി. എല്ലാ പരീക്ഷണങ്ങളിലും പിടിച്ചു നിൽക്കുന്നവനാണ് വിശ്വാസി. എല്ലാ പരീക്ഷണങ്ങളെയും ഭംഗിയായ ക്ഷമ കൊണ്ട്, ഫസ്വബറുൻ ജമീൽ, ഭംഗിയുള്ള ക്ഷമ കൊണ്ട് നേരിടുന്ന ആളാണ് ഒരു വിശ്വാസി. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ പരീക്ഷണങ്ങൾക്കും ഇടയിൽ ഏറ്റവും നല്ല രൂപത്തിൽ ക്ഷമ കൈക്കൊണ്ടുകൊണ്ട് നാളെ സ്വർഗവാസികളായ ആളുകളുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്നും പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്, രോഗം കൊണ്ടും കടബാധ്യതകൾ കൊണ്ടും പല പ്രശ്നങ്ങൾ കൊണ്ടും മാനസിക സമ്മർദ്ദങ്ങൾ കൊണ്ടും ശാരീരികമായ പ്രയാസങ്ങൾ കൊണ്ടും ഒക്കെ ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും എളുപ്പം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്നും മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സഹോദരങ്ങൾ എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ ഖബറിടങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശാലമാക്കി നൽകുമാറാകട്ടെ. ഈ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ യുദ്ധം കൊണ്ടും പല പ്രയാസങ്ങൾ കൊണ്ടും രാവിലെ എഴുന്നേൽക്കാൻ പേടിയുള്ള ആളുകളുണ്ട്. രാത്രി ഉറങ്ങിയാൽ രാവിലെ എഴുന്നേൽക്കുമോ എന്ന പേടിയുള്ള ആളുകളുണ്ട്. നാളെ ഭക്ഷണത്തിന് വകയുണ്ടാകുമോ എന്ന് പ്രയാസപ്പെട്ട് പേടിച്ച് ജീവിക്കുന്ന ആളുകളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും നിർഭയത്വം നൽകി അവരുടെ ഹൃദയങ്ങളിലുള്ള പ്രയാസങ്ങളെ നീക്കി നൽകുമാറാകട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. والحمد لله رب العالمين وأقم الصلاة.